യാതൊരുവിധ ബഹളങ്ങളുമില്ലാതെ എൻജോയ് ചെയ്ത് സിനിമയെടുക്കുന്ന സംവിധായകൻ. സീരിയസ് ആയതും ഹ്യൂമർ ടച്ചുമുള്ള നിരവധി കഥാംശങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകരിലൊരാൾ VK പ്രകാശ്. അദ്ദേഹം തന്റെ പുതിയ ചിത്രവുമായി എത്തുകയാണ്, കെയർഫുൾ. മറ്റൊരു വ്യത്യസ്തത കൂടി ഈ ചിത്രത്തിനുണ്ട്. മലയാളികളുടെ സ്വന്തം ജാനകിക്കുട്ടി ജോമോൾ തിരികെ എത്തുന്നു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അദ്ദേഹം ന്യൂസ് 18നുമായി പങ്കുവെക്കുകയാണ്. നമസ്കാരം സർ. എന്താണ് കെയർഫുളിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകൾ? കെയർഫുൾ എന്നുള്ളൊരു സിനിമ ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ വളരെ വലിയൊരു എന്താ പറയുക ഒരു മെസ്സേജുള്ളൊരു സിനിമയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർപ്പസ്ഫുൾ മെസ്സേജ് അല്ല. ഇറ്റ്സ് ബേസിക്കലി എ ത്രില്ലർ, ഫാമിലി ത്രില്ലർ. ഇതിൽ ഒരുപാട് അപ്പോൾ ത്രില്ലർ ആകുമ്പോൾ പേസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ പേസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റ് കൈൻഡ് ഓഫ് എ ഫീൽ ഉണ്ട്. പക്ഷേ ഇത് ആ ഒരു യാത്ര അവസാനിക്കുന്നിടത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിന് തൊടുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ. കാരണം ഒരു വേഗതയേറിയ ഒരു ത്രില്ലർ പാറ്റേണിൽ പോയിട്ട് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു മൊമെൻറ്റിലായിരിക്കും സിനിമ എൻഡ് ചെയ്യുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആളെ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള സിനിമയല്ല. അതിൽ ഇമോഷൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് എവിടെയാണോ തെറ്റുകൾ നടക്കുന്നത്, ആ തെറ്റുകൾ നടക്കുന്നിടത്താണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിനിമ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് പ്ലേസ്ഡ് ഇൻ ദ റിയൽ ലൊക്കേഷൻ അറ്റ് ദ റിയൽ പ്ലേസ്. പരീക്ഷണാത്മകമായ സംവിധായക ശൈലിയാണ് താങ്കളുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാറുള്ളത്. ഈ ചിത്രത്തെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന്, താങ്കളുടെ തന്നെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്? ഇതിൽ 2-3 ഇമോഷൻസ് ഉള്ളതുകൊണ്ട് വളരെ ലെയറിങ് ആയിട്ടുള്ള ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിർണായകം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഒരു കൺവെൻഷണൽ മേക്കിംഗ് ആണ്. കാരണം അത് അങ്ങനെ പറഞ്ഞാലേ ആ കഥ വർക്ക് ചെയ്യുള്ളൂ. മറിച്ചൊരു നത്തോലി ചെറിയ മീനിൽ എടുത്താൽ അത് കംപ്ലീറ്റ് അൺകൺവെൻഷണലായിട്ടും അത് അങ്ങനെ ഒരു പറയുന്നൊരു കഥയായതുകൊണ്ട് അതൊരു ഭയങ്കര എക്സ്പെരിമെൻ്റൽ സിനിമ ആയതുകൊണ്ടും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മേക്കിംഗ് രീതി വേണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണികളെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുത്തിയിട്ട് അതേസമയം നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ കുടുംബ മഹിമ, ഇപ്പോൾ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം എന്ന് ഞാൻ പറയും. കാരണം നമ്മളറിയാതെ ചെയ്യുന്ന നിയമലംഘനങ്ങൾ ചിലപ്പോൾ നമ്മളെ ബാധിക്കാം, മറ്റുള്ളവരെ ബാധിക്കാം. അത് ഇതിനുള്ളൊരു പോയിൻ്റാണ് ഈ സിനിമ. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലൂടെ നമ്മൾ പറയുന്നു എന്ന് മാത്രം. നമുക്കറിയാം, നിർണായകം എന്ന് പറയുന്നത് ശക്തമായൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു ചിത്രമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ സാമൂഹികമായ ഇടപെടലുകൾ സിനിമ പോലെയുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടൽ ആവശ്യമായ തരത്തിലുള്ള ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ചിത്രം അത്തരത്തിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും അതെ. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ ചെയ്യുന്ന നിയമലംഘനങ്ങൾ നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തെയോ നമ്മുടെ ജീവിതത്തെയോ എങ്ങനെ ബാധിക്കാം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു റോഡ് സേഫ്റ്റിനെ പറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. എവിടെയാണോ ആൾക്കാർ തെറ്റിക്കുന്നത് റൂള്, അവിടെയാണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റിയലിസ്റ്റിക് ലൊക്കേഷനിൽ അതിൽ സത്യസന്ധതയുണ്ട്. കാരണം അത് നമ്മളൊരു നുണയായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്ഷനായിട്ടോ നമ്മൾ ചെയ്തതല്ല. ഇറ്റ് ഈസ് എക്സാക്ട്ലി അറ്റ് ദ സെയിം പ്ലേസ് വെയർ പീപ്പിൾ ആർ ബ്രേക്കിംഗ് റൂൾസ്. ദാറ്റ്സ് വെയർ വി ഹാവ് ഷോട്ട് ദ ഫിലിം. സോ എ ലോട്ട് ഓഫ് ടൈം വി ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. അതുകൊണ്ട് നമുക്കൊരു ക്രെഡിബിൾ ആയിരിക്കും സിനിമ, ഒരു ഭയങ്കര ക്രെഡിബിൾ ആയിരിക്കും, റിലേറ്റബിൾ ആയിരിക്കും, അതുപോലെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. ഒരു ജേർണലിസ്റ്റിന്റെ അന്വേഷണാത്മക വഴികളിലൂടെ എന്ന് പറഞ്ഞു, ഫാമിലി ത്രില്ലറാണ് എന്ന് പറഞ്ഞു, ഒപ്പം തന്നെ സസ്പെൻസ് ത്രില്ലർ എന്നുകൂടെ പറയാൻ പറ്റുമോ? സസ്പെൻസ് ആണ്. ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം എന്താണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എലിമെൻ്റാണ്. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളെ എത്രത്തോളം സ്പർശിക്കുന്നു എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കഥ ഇൻവെസ്റ്റിഗേഷൻ ഫിലിം പറയുമ്പോൾ കുറ്റവാളിയെ കണ്ടുപിടിച്ചാൽ സിനിമ തീർന്നു. ഇതങ്ങനെയല്ല. ഇതിനേക്കാൾ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളൊരു ഇമോഷണൽ ജേർണി ഉണ്ട് അതിൽ. ആ ഒരു ജേർണിയിൽ നമ്മൾ ഭാഗഭാഗമാകും. നിരവധി നടിമാർ നമുക്കുണ്ട്. എന്താണ് ജോമോളെ തന്നെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം? ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കാണാതിരിക്കുന്നൊരു ആക്ട്രസ് വരുമ്പോൾ അതിനൊരു ബിലീവബിലിറ്റി, ക്രെഡിബിലിറ്റി, കൗതുകം എല്ലാം ഉണ്ട്. അപ്പോൾ ജോമോൾ ഇതിൽ കറക്റ്റായിട്ട് എനിക്ക് ആപ്റ്റാണെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ജോമോളായിട്ട് സംസാരിച്ചു, നമ്മൾ ഓക്കെ പറഞ്ഞു. ജോമോൾ എനിക്ക് കുറച്ച് നേരത്തെ അറിയാം. കാരണം അവരുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ ഇസ് മൈ കൊലീഗ് ഇൻ ഒഗിൽവിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒപ്പം വർക്ക് ചെയ്തതാണ്. സോ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തവും പുതുമ നിറഞ്ഞതും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതുമായിരിക്കും ഈ ചിത്രം എന്നാണ് താങ്കൾ പറയുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. ശ്രദ്ധിക്കപ്പെടുന്നത് ഓഡിയൻസ് ഷുഡ് ഡിസൈഡ്. ദേ ഷുഡ് വാച്ച് ആൻഡ് ഡിസൈഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേശീയ അംഗീകാരം ഉൾപ്പെടെ നേരത്തെ നേടിയിട്ടുമുണ്ട്. ഇനി ഒരിക്കൽ കൂടെ മലയാളത്തിലേക്ക് ഈ സിനിമ വഴി അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച്? ഈ സിനിമയിൽ ദേശീയ അംഗീകാരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ബേസിക് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കന്നഡത്തിലൊരു യു ടേൺ എന്നുള്ളൊരു സിനിമ വന്നിരുന്നു.
അത് അവിടെ വളരെ 100 ചില്ലാനും ദിവസം ഓടിയൊരു സിനിമയാണ്, പുതിയ ആൾക്കാരെ വെച്ചിട്ട്. പ്ലസ് അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ അപ്രീഷിയേറ്റ് ചെയ്തപ്പെട്ടുള്ള പടമാണ്. അതിൻ്റെ കണ്ടൻറ്റാണ് ഇതിൻ്റെ ബേസിക്. ബട്ട് വി ഹാവ് അഡാപ്റ്റഡ്, ഇറ്റ്സ് എൻ അഡാപ്റ്റഡ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. സോ ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു അഡാപ്റ്റേഷൻ ഉണ്ട്. പക്ഷേ അതിലൊരു റീമേക്ക് എലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ സ്റ്റോറീസ് ടേക്കൺ ഫ്രം അനദർ ഫിലിം. സോ ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ഫോർ അവാർഡ്സ്. വളരെയധികം നന്ദി സർ, ന്യൂസ് 18നോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. തൻ്റെ ഇത്തവണത്തെ ചിത്രം പ്രേക്ഷകർ പൂർണ്ണമായും സ്വീകരിക്കും എന്ന് തന്നെയാണ് വി കെ പ്രകാശും കരുതുന്നത്. ക്യാമറമാൻ ഷിജോ എം ജെയിംസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18.